ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് നമുക്കൊരാളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഐഡിയയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മാച്ച് ബോക്സ്. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ തീപ്പെട്ടിക്കൂട്. ഇങ്ങനെ തീപ്പെട്ടിക്കൂടും പിന്നെ ഈ ഒരു ഗിൽറ്റ് പേപ്പർ ഞാൻ പണ്ടെങ്ങാനും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗിൽറ്റ് പേപ്പറാണ് കേട്ടോ. അതാണ് ഇങ്ങനെ മുറിഞ്ഞൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അപ്പോൾ അത് പല കളറിലായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 4 പാട് ഒട്ടിച്ചിട്ട് ആ ഒരു മാച്ച് ബോക്സിനെ ഞാനിതാ ഇതേപോലെ നല്ലൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഒരു സ്റ്റേജിലേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കൂടുതൽ ഡെക്കറേഷനൊന്നും നിൽക്കുന്നില്ല, അടുത്ത പണി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു റെഡ് കളറുള്ള കളർ പേപ്പർ നമ്മൾ ആ ഒരു റോസ് ഡേൻ്റെ ദിവസം ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നോ, അപ്പോൾ അന്ന് ഞാൻ എക്സ്ട്രാ ഒന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക. ഇത് നമുക്കറിയാം, പണ്ട് നമ്മൾ വിഷറിയൊക്കെ ഉണ്ടാക്കില്ല പേപ്പർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇതില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മടക്കി ഇതേപോലെ സ്പ്രിങ് പോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു തറ്റത്ത് ഞാൻ ആ ഒരു ഹാർട്ടും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലാണ് ഞാൻ നമ്മുടെ ക്യാപ്ഷൻ കൊടുക്കുന്നത്. ഐ ലവ് യു എന്ന് മാത്രമാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം ഒന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഐ ലവ് യു എന്ന് എഴുതിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പെൻസിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെൻസിൽ അധികം അതിൻ്റെ ആ ഒരു മഷി പിടിക്കില്ലല്ലോ, പ്രത്യേകിച്ച് റെഡ് കളറും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേഗം മാറ്റിയിട്ട് ഞാൻ ബ്ലാക്ക് കളറുള്ള മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാർക്കറൊക്കെ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിനെ ശരിക്കും ഒരാളിങ്ങനെ ചിരിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ, ഒരു സ്മൈലി ഫേസ് പോലെ തോന്നില്ലേ, കാണാനും ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരു കുഞ്ഞു പുഴുക്കുട്ടീൻ്റെ പോലെ തോന്നില്ലേ എന്നെ കാണുമ്പോൾ, വളരെ ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. ഇനി ഒന്നുമില്ല, ഇനി നമ്മൾ നേരെ അതിനെങ്ങനെ ആ ഒരു മാച്ച് ബോക്സിൻ്റെ ആ ഒരു മുടി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു തറ്റം, ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു തറ്റം നമ്മൾ അതിൻ്റെ ആ മാച്ച് ബോക്സിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ അറ്റം ഇനി ഈ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ അകത്ത് ഇതിനൊന്ന് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി അതായത് കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ആ ഒരു സ്പ്രിങ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അതിന് ശേഷം അതങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ശരിക്കും ഒരു പുഴുക്കുട്ടീനെ നമ്മളൊരു ബോക്സിൻ്റെ അകത്ത് വെച്ച പോലെ ഉണ്ട്, കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളൊരാളെ പ്രപ്പോസ് ചെയ്തു വെച്ചിട്ട് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തോളണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. പക്ഷേ നമുക്കിങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിലങ്ങോട്ട് സന്തോഷിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതാർക്ക് വേണമെങ്കിലും കൊടുക്കാം, നമ്മുടെ ഹസ്ബൻഡിന് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എന്ത് നമുക്ക് കൊടുത്തുകൂടെ, കാരണം നമ്മൾ ഐ ലവ് യു എന്നല്ലേ എഴുതിയിട്ടുള്ളൂ. ഐ ലവ് യു എന്ന് എഴുതിയിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൊടുത്താൽ എന്താ കുഴപ്പം അല്ലേ. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ഒരു കുഞ്ഞു പുഴുക്കുട്ടി എൻ്റെ തല എത്തിയിട്ട് ഇങ്ങനെ നോക്കുന്ന പോലല്ലേ ആ ഒരു കുഞ്ഞു ബോക്സിൻ്റെ അകത്തുനിന്ന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ വേറെ ഒരു സാധനം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനാണ് ആ ഒരു ബാക്കിയുള്ള ബാലൻസ് വന്നിട്ടുള്ള കഷ്ണം എടുത്തിട്ടുള്ളത്. മറ്റൊന്നല്ല, അതാ കണ്ടോ, ഇങ്ങനൊരു ആരോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോയിൽ ഞാൻ എന്തോ എഴുതുന്നുണ്ടല്ലേ. അപ്പോൾ മറ്റൊന്നുമല്ല കേട്ടോ എഴുതിയത്, പുൾമീന്ന് എഴുതിയതാണ്. പുൾമീന്ന് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ ഇത് കണ്ടിട്ടുള്ള അതിൻ്റെ ലുക്ക് കണ്ടാൽ ചിലർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എനിക്കിഷ്ടമായി. എന്തായാലും കണ്ടില്ലേ, ഈ ഒരു ആരോൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ പുൾമീന്ന് എഴുതിയിട്ടുണ്ട്. അതിനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നല്ല, നമ്മൾ ഒട്ടിച്ച ആ ഒരു ഗിൽറ്റ് പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ തന്നെ ഇത് മാക്സിമം ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, ഒരു കുഞ്ഞ് ഗ്യാപ്പിൽ. കാരണം ആ ഒരു ബോക്സിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കട്ടിക്ക് നിന്നാൽ നമുക്ക് ഈ ഒരു ബോക്സ് നമ്മൾ കവർ ചെയ്യില്ലേ, അതായത് മറ്റേതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ പൊങ്ങി നിൽക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗിൽറ്റ് പേപ്പറിൻ്റെ മുകളിൽ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി നമ്മൾ വേഗം തന്നെ പരിപാടി ചെയ്യുകയാണ്. സാധാരണ നമ്മൾ തീപ്പെട്ടി ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതിനെ കവർ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇടുകയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ഹാർട്ട് ഉണ്ടല്ലോ, ഹാർട്ടിനെ നമ്മൾ മടങ്ങിയൊന്നും പോവാതെ നല്ല വൃത്തിക്ക് തന്നെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ എന്താണെന്നുള്ളത്, ഇനി ഇതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ. അത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ ഡെക്കറേഷൻസിനൊന്നും നിന്നിട്ടില്ല, പ്ലെയിനാക്കി വെച്ചതാണ്. കാരണം നമ്മളൊരാൾക്ക് കൊടുക്കുമ്പം അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഹാർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം പിടികിട്ടും. അപ്പം അങ്ങനെയായിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് സംഭവം നോക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐ ലവ് യു ഇതാ ഇതേപോലെ തെളിഞ്ഞ് വരികയാണേ. അപ്പോൾ തന്നെ ആൾക്ക് എന്ത് പിടികിട്ടി, എന്നെ പ്രപ്പോസ് ചെയ്താണ് അല്ലെങ്കിൽ എന്നെ ആൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കുഞ്ഞ് ഗിഫ്റ്റാണ് കേട്ടോ അത്. സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും തൻ്റെ പാർട്ട്ണറിനെ പോയിട്ട് ഇങ്ങനൊരു കുഞ്ഞ് ഐറ്റം വെച്ചിട്ട് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതൊരു കാമുകനും കാമുകയ്ക്കും മാത്രമുള്ളതൊന്നല്ല, ഒരു ഹസ്ബൻഡിനും വൈഫിനും വേണ്ടിയിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.